Hi friends, welcome to Lakshmi's Cooking Stories. ഇന്നൊരു ചിക്കൻ്റെ സ്റ്റാർട്ടർ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മിൻസ്ഡ് ചിക്കൻ കബാബ്. നോർമലി കബാബൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്താണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തവയിൽ ഉണ്ടാക്കിയെടുക്കാമെന്നൊന്ന് നോക്കാം. തുടങ്ങാം. ആദ്യമായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ വേവിച്ച് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ മിക്സിയിൽ ഒന്ന് കറക്കി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന 250 ഗ്രാം ചിക്കൻ അത് നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളി ഞാനിവിടെ ഒരുമിച്ചെടുത്തിരിക്കുകയാണ്. വളരെ ചെറുതായിട്ട് നമ്മൾ നുറുക്കിയെടുക്കണം. അങ്ങനെ എടുത്തത്, അങ്ങനെ രണ്ടും കൂടെ 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് 2 ചെറിയ ചില്ലി, ഗ്രീൻ ചില്ലി ചെറുതായിട്ട് നുറുക്കിയത്. എരിവുള്ള ചില്ലി ആണെങ്കിൽ നമ്മൾ ഒരെണ്ണം ആഡ് ചെയ്താൽ മതി. ഇത് എരിവില്ലാത്തതാണ്, അത് കാരണം ഞാൻ 2 എടുത്തു എന്നുള്ളേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ. ഇപ്പം നമ്മുടെ കയ്യിൽ നോർമൽ ചില്ലിയാണുള്ളതെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ. ഞാൻ ഇവിടെ നാച്ചുറൽ കോക്കനട്ട് വിനീഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 3 ടീസ്പൂണാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ വിനീഗറിലെ നാരങ്ങയാണ് ഉണ്ടെങ്കിൽ നാരങ്ങ ഉപയോഗിച്ചാൽ മതി. ഇനി ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മേത്തി ലീവ്സ് അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കാം. അല്ല, ഇപ്പോൾ ഇന്ന് രാത്രി പ്രിപ്പയർ ചെയ്ത് നാളെ എടുത്താൽ മതിയെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഓവർനൈറ്റ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൽ ഫൈനലായിട്ട് ആഡ് ചെയ്യാനുള്ളത് ഒരു ചെറിയ സവാള കുഞ്ഞായിട്ട് നുറുക്കിയതാണ്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങും, അപ്പോൾ ഇത് ലിക്വിഡായി പോവും. അപ്പോൾ അത് കാരണം നമുക്ക് സവാള ആ ടൈമിൽ മാത്രം ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ സെറ്റ് ചെയ്യാം, മാറ്റി വയ്ക്കാം. നമ്മൾ 3 മണിക്കൂർ സെറ്റ് ചെയ്ത കബാബിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ആഡ് ചെയ്യേണ്ടത് 1 മുട്ടയുടെ വെള്ള, കൂടെ ഈ സവാള, ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് നുറുക്കിയത്, അതും കൂടെ ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിസ്കിൻ്റെ അല്ലെങ്കിൽ ടിക്കിയുടെ രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോ ബോളായിട്ടെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല തിന്നായിട്ട് പ്രസ് ചെയ്ത് കുറച്ച് വലിപ്പം കൂടിയ ഇതായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ബോളിൽ കുറച്ച് വലുതായിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു
സൈസിലാണ് എടുക്കുന്നത്. കട്ട്ലറ്റിൻ്റെ പോലെ തിക്നെസ് പാടില്ല, കുറച്ച് തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പം തിക്കായിട്ടല്ലേ എടുക്കുന്നത്, ഇതൊന്ന് തിന്നായിട്ട്, കാരണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 250 ഗ്രാം ചിക്കൻ നമ്മൾ എടുത്തു കഴിയുമ്പം ഇങ്ങനെ 8 കബാബ് ഉണ്ടാക്കാനായിട്ട് പറ്റും. എനിക്കിവിടെ 8 പീസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്കെടുക്കാം. ഇനി നമുക്ക് കബാബ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ഇങ്ങനെ ഒരു പരന്ന കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 3 to 4 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. ഇത് ഡീപ്പ് ഫ്രൈ അല്ല. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വെജിറ്റബിൾ ഓയിലിന് പകരം ഗീ ഉപയോഗിച്ചും ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അത് കുറച്ചുകൂടെ ഫാറ്റ് കണ്ടൻ്റ് ആയിരിക്കും. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഈ കബാബ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി. വളരെ സൂക്ഷിച്ച് ഇത് എടുക്കണം. കാര്യം അതിൽ നമ്മൾ കോട്ടിംഗ് ഒന്നുമില്ല, അത് കാരണം വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് നല്ലോണം വേകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡ് ഫ്രൈ ചെയ്തെടുക്കാം. സൈഡ് ഫ്രൈ ആയി നോക്കാം. ഒരു 2 മിനിറ്റ് മതിയാകും ഫ്രൈ ആവാൻ. സൂക്ഷിച്ച് തിരിച്ച് നമുക്ക് ഈ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ സൂക്ഷിച്ച് തിരിച്ചിടണം. പിന്നെ ഈ സൈഡിലൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇത് ഫ്രൈ ആയി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ബാക്കിയിരിക്കുന്ന പീസൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡിലൂടെ നല്ലോണം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ആ സൈഡ് റെഡിയായി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ കബാബിനെ പ്ലേറ്റിലോട്ട് മാറ്റാം. ചിക്കൻ മിൻസ് കബാബിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്നാക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.